സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. എൻ മുഖം വാടുമ്പോൾ, എൻ മനം നീറുമ്പോൾ, എൻ്റെ ചാരത്തു ചേരുന്നു സാന്ത്വനമായി. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. മനസ്സിൽ നിറയുന്ന മുറിവുകളെല്ലാം വിരൽ തൊട്ടുണക്കിടുന്നു. ഭാരങ്ങൾ പേറി ഞാൻ വീണിടുമ്പോൾ തോളിൽ വഹിച്ചിടുന്നു. മനസ്സിൽ നിറയുന്ന മുറിവുകളെല്ലാം വിരൽ തൊട്ടുണക്കിടുന്നു. ഭാരങ്ങൾ പേറി ഞാൻ വീണിടുമ്പോൾ തോളിൽ വഹിച്ചിടുന്നു. ഒരു കുഞ്ഞിനെപ്പോൽ തിരുമാറിലവൻ എന്നും എന്നെ ഉറക്കിടുന്നു. ഒരു കുഞ്ഞിനെപ്പോൽ തിരുമാറിലവൻ എന്നും എന്നെ ഉറക്കിടുന്നു. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദൻ. കാനൻ ഹോർമിസ് എന്ന ഒരു ദൈവ ശുശ്രൂഷയിൽ ശക്തമായി പ്രയോജനപ്പെട്ട ഒരു ദൈവഭക്തൻ്റെ അരിക്കൽ ഒരു വാർദ്ധക്യത്തിലെത്തിയ ധനവാനായ ഒരു മനുഷ്യൻ, വളരെ ധനാഢ്യനായ മനുഷ്യൻ ഒരിക്കൽ ചെന്നു. അദ്ദേഹം ഈ കാനൻ ഹോർമിസിൻ്റെ അടുത്ത് വരാൻ കാരണം മറ്റൊന്നുമല്ല, ഈ ധനാഢ്യനായ മനുഷ്യൻ മരിക്കുമ്പോൾ അദ്ദേഹത്തെ എവിടെ കബറടക്കണം, അതിനുള്ള സ്ഥലം അതൊക്കെ ഒന്ന് കാണണം, ആ സ്ഥലം വാങ്ങണം, അതിൽ മനോഹരമായ കല്ലറയൊക്കെ പണിയണം. ഇതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ധനാഢ്യനായ വൃദ്ധനായ മനുഷ്യൻ അവിടെ വന്നത്. അദ്ദേഹം ഈ കാനൻ ശ്മശാന ഭൂമിയെല്ലാം കൊണ്ടുപോയി കാണിച്ചു. അദ്ദേഹം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. ഇത് വേണം എനിക്ക്, അവിടെ ഇന്ന പണികളൊക്കെ ചെയ്യണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വൃദ്ധനായ മനുഷ്യൻ ഈ ദൈവദാസനോട് സംസാരിച്ചു. അവർ മടങ്ങിപ്പോരവേ അദ്ദേഹം ഈ കാനൻ ആ വൃദ്ധനായ മനുഷ്യനോട് ചോദിച്ചു, ശരി, അങ്ങയുടെ ശരീരം മരിച്ചതിന് ശേഷം അങ്ങയുടെ ശരീരം നശിച്ചു പോകുന്നു, പുഴുവരിക്കുന്ന മണ്ണായിത്തീരേണ്ടതായി ശരീരം അടക്കുന്ന കാര്യമെല്ലാം വളരെ ശ്രദ്ധയോടെയും പണം ചെലവഴിച്ചും വളരെ കൃത്യമായും എല്ലാം ചെയ്യാനുള്ളതായ കാര്യപരിപാടികളെല്ലാം ചെയ്തു. ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ, നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നിങ്ങളുടെ ആത്മാവ് എവിടെ എത്തും? അതിനുവേണ്ടി നിങ്ങൾ സ്ഥലം ഒരുക്കിയോ? നിങ്ങളുടെ ആത്മാവ് എവിടെ പോകും?
അതിനുവേണ്ടി ഒരുങ്ങിയോ എന്നൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ആഴമായി ആ ധനവാനായ മനുഷ്യനെ സ്വാധീനിച്ചു. അതുവരെ അങ്ങനെ ആരും ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ആരും ആ ധനാഢ്യനായ മനുഷ്യനോട് അങ്ങനെ ചോദിക്കാൻ മുതിർന്നില്ല. പക്ഷെ ആദ്യമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ വാർദ്ധക്യത്തിലെത്തിയപ്പോൾ അങ്ങനെ ഒരു ശബ്ദം ഈ ദൈവദാസനിൽ നിന്ന് കേൾക്കുകയും തുടർന്ന് അവർ ഒരുമിച്ചിരുന്ന് കുറേ സമയം ഒരു ലൈബ്രറിയിൽ പോയിരുന്ന് സംസാരിക്കുകയും, എന്തിനു പറയണം, അന്ന് ആ ദിവസം ആ ധനാഢ്യനായ മനുഷ്യൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അദ്ദേഹം യേശുവിന് വേണ്ടി ജീവിതം വേർതിരിച്ചു. അദ്ദേഹം നിത്യതയ്ക്ക് വേണ്ടി ഒരു സ്ഥലം ഉറപ്പാക്കി. നാം ഈ ഭൂമിയിലെ എല്ലാ കാര്യത്തിനും വേണ്ടി പരിശ്രമിക്കുന്നു, ഇല്ലേ? നമുക്ക് ധരിക്കാൻ വസ്ത്രം വേണം, കഴിക്കാൻ ഭക്ഷണം വേണം, കുടിക്കാൻ വെള്ളം വേണം, പാർക്കാൻ പാർപ്പിടം വേണം, വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ സ്കൂളിലോ കോളേജിലോ പോകണം. ഇങ്ങനെ ദൈനംദിന ജീവിതത്തിലുള്ള നൂറ് കാര്യങ്ങൾക്കുള്ളതെല്ലാം നാം കണ്ടെത്തി കഴിഞ്ഞു. പക്ഷേ ഞാൻ ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന, ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കട്ടെ, നിങ്ങളുടെ മരണശേഷം നിങ്ങൾ എവിടെ എത്തും എന്നതിനെക്കുറിച്ചൊരു ഗ്രാഹ്യം നിങ്ങൾക്കുണ്ടോ? മരണശേഷം നിത്യതയിൽ എത്താൻ വേണ്ടിയിട്ടുള്ളതിന് വേണ്ടി നിങ്ങൾ കരുതിയോ? അതിനുവേണ്ടി ഒരുങ്ങിയോ? ഇല്ലേ, പലരും ജീവിച്ചിരിക്കുമ്പോൾ അവരെ അടക്കാൻ വേണ്ടിയിട്ടുള്ള കല്ലറകൾ പണിയും, മനോഹരമായിട്ട് ഗ്രാനൈറ്റ് ഇടും, മാർബിളിടും, കുടുംബ പേരെഴുതി വയ്ക്കും. ഇതെല്ലാം ചെയ്തോളൂ, അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതെല്ലാം നശിച്ചു പോകും, നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ ആത്മാവ്, നമുക്ക് ഓരോരുത്തർക്കും ഒരു ആത്മാവുണ്ട്. ശരീരമുണ്ട്, പ്രാണനുണ്ട്, ആത്മാവുണ്ട്. എന്നാൽ ഈ ആത്മാവിന് വേണ്ടി നാം എന്ത് കരുതി? ആത്മാവിന് വേണ്ടി ഒരുങ്ങിയോ? ഇവിടെ യെശയ്യാ പ്രവാചകൻ ഹിസ്കിയ രാജാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, സെറ്റ് യുവർ അഫയേഴ്സ് ഇൻ ഓർഡർ ആൻഡ് പ്രിപ്പയർ ടു ഡൈ. നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കുകയില്ല. നിത്യതയെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടോട് ചേർന്നുള്ളൊരു കാര്യമാണ് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക. എന്നാൽ ഈ രാജാവ് ആ പ്രവാചകൻ കൊടുത്തതായ ദൈവിക വാക്കുകൾ, ദൈവിക വചനങ്ങൾ അദ്ദേഹം ഏറ്റെടുക്കുകയും അദ്ദേഹം അതിന് അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തു. അതാണ് 2-ാം വാക്യം, രാജാക്കന്മാർ 2-ാം പുസ്തകം 20-ാം അധ്യായത്തിൽ. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന് നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗം എഴുതിയിരിക്കുന്നു, ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ഒരു രാജാവാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ പൊസിഷനെല്ലാം മാറ്റിവെച്ച്, അദ്ദേഹത്തിൻ്റെ പദവികളെല്ലാം താഴെ വെച്ച്, അദ്ദേഹം യാഥാർത്ഥ്യം മനസ്സിലാക്കി അദ്ദേഹം കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു ലൈഫ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ രോഗം വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ദൈവമായിട്ടൊരു അടുപ്പം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെ നിന്ന ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവസന്നിധിയിലേക്കുള്ള ധൈര്യമായ പ്രവേശനം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ വരുമ്പോഴല്ല, ഒരു പ്രതിസന്ധി വരുമ്പോഴല്ല, ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുമ്പോഴും ആരോഗ്യമുള്ളപ്പോഴും സമ്പത്തുള്ളപ്പോഴും എല്ലാം ദൈവത്തിൽ ആശ്രയിക്കുക. പഴയ ആളുകൾ ഇപ്രകാരം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. അതൊരു വലിയ ആത്മലോകത്തിൽ, ഭൗതിക ലോകത്തിലൊരു സത്യമാണത്. സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ 10 തൈ നട്ടാൽ ആപത്ത് കാലം നാളെ വരുമോ അറിയില്ല, അന്ന് ഫലം പറിച്ച് തിന്നാമെന്ന്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. ഒരുപക്ഷെ ഇന്ന് ആരോഗ്യമുണ്ട്, പണത്തിന് ഞെരുക്കമില്ല, ഈ ഭൂമിയിലെല്ലാം കൊണ്ടും സന്തോഷകരമായൊരു ജീവിതം നയിക്കുകയാണ്. മകനെ, നിനക്ക് ഇന്ന് ദൈവം വേണമെന്നില്ല. പക്ഷെ ഇന്ന് നീ ദൈവത്തെ കണ്ടെത്തിയാൽ, നിനക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ, ഒരു അനർത്ഥം വന്നാൽ, രോഗം വന്നാൽ, പ്രതിസന്ധി വന്നാൽ, നിന്റെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഓടിച്ചെന്ന് യേശുവിനോട് പറയാം, യേശുവേ, ഞാൻ അന്ന് അങ്ങയ്ക്ക് വേണ്ടി ജീവിതം തന്നതല്ലേ, ഞാൻ അങ്ങയുടെ മോനല്ലേ, ഞാൻ അങ്ങയുടെ മോളല്ലേ, എൻ്റെ കാര്യം അവിടുന്ന് നോക്കണമെന്ന് ധൈര്യമായി പറയാം. അതാണ് ദൈവസന്നിധിയിലേക്കുള്ള ധൈര്യമായ പ്രവേശനം. കൃപാസനത്തിൻ്റെ അരികിലേക്ക് കടന്നു എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതെല്ലാം ഞാൻ ഈ പറഞ്ഞ പ്രാഗൽഭ്യമാണ്. അതിനെന്ത് വേണം? നമുക്ക് ലഭിക്കുന്നതായ ഏറ്റവും ഫസ്റ്റ് ചാൻസ്, ബെസ്റ്റ് ചാൻസ് ആക്കി യേശുവിനെ സ്നേഹിക്കുക, യേശുവിന് വേണ്ടി ജീവിതം വേർതിരിക്കുക. ഇന്നൊരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ തിരുവചനം കേൾക്കുന്നത്? പ്രിയ യൗവനക്കാരാ,
ഒരുപക്ഷെ ജസ്റ്റ് ഒന്ന് കേട്ടുകളയാ, ചുമ്മാ ഒന്ന് കേട്ട് തുടങ്ങിയതാണോ? മോനെ, നിന്നെ യേശു സ്നേഹിക്കുന്നു, മകളെ നിന്നെ യേശു സ്നേഹിക്കുന്നു. നിന്റെ ജീവിതം ഒന്ന് കൊടുത്തു നോക്ക് യേശുവിന്. നിന്റെ ജീവിതം കർത്താവ് അലങ്കരിക്കും, അനുഗ്രഹിക്കും. ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം വന്നപ്പോൾ, പ്രതിസന്ധി വന്നപ്പോഴല്ല കർത്താവിനെ പിടിച്ചത്. പലരും അങ്ങനെയാണ്, പ്രതിസന്ധി വരുമ്പോൾ കർത്താവിലേക്ക് വരും. എങ്കിലും വരട്ടെ, നന്നായി. പ്രതിസന്ധി വന്നപ്പോൾ അവർ മറ്റൊന്നിലേക്കും പോയില്ലല്ലോ. അതിനും ഒരു ആശ്വാസമുണ്ട്. ഏത് സാഹചര്യത്തിൽ നമുക്ക് കർത്താവിലേക്ക് വരിക. അദ്ദേഹം ഏറ്റവും കരഞ്ഞു. ഒരു രാജാവ് തൻ്റെ പദവി വിട്ട് ദൈവസേനയിൽ കരഞ്ഞു എന്ന്. നമ്മുടെ ജീവിതത്തിലും ദൈവസേനയിൽ പദവി ഒന്നും നോക്കിയാൽ ദൈവ അനുഗ്രഹം കിട്ടുകയില്ല. പദവിയെല്ലാം താഴെ വയ്ക്കണം, പാരമ്പര്യമെല്ലാം താഴെ വയ്ക്കണം, പഴയ ഹിസ്റ്ററിയിൽ അഭിമാനിക്കാനുള്ളതെല്ലാം താഴെ വെച്ച് നാം ദൈവത്തിലേക്ക് വന്നാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. എന്താണ് സംഭവിച്ചത്? ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഏറ്റവും കരഞ്ഞു പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ മറുപടി കിട്ടുകയാണ്. ഈ യെശയ്യാ പ്രവാചകൻ ഈ വചനം പറഞ്ഞിട്ട് നടുമുറ്റം വിട്ടു പോകും മുമ്പേ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ദൈവത്തിന്റെ സ്തോത്രം. എന്താണ് ഉണ്ടായത്? നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിന്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവം യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. അയ്യോ, സെറ്റ് യുവർ അഫയേഴ്സ് ഇൻ ഓർഡർ ആൻഡ് പ്രിപ്പയർ ടു ഡൈ. നീ ശേഷിക്കുകയില്ല, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല. അങ്ങനെയെല്ലാം വളരെ ഹൃദയത്തിൽ വിഷമം തോന്നുന്നതായ ചില ദൈവീകമായ ശക്തമായ വാക്കുകൾ പറഞ്ഞുവെങ്കിൽ ഇപ്പോൾ ദൈവം പറയുന്നു, പ്രവാചകനിലൂടെ പറയുന്നു, നീ മരിക്കൊന്നുമില്ല. സ്തോത്രം. നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഇതാണ് വാസ്തവമായി നാം ദൈവസേനയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, നമ്മുടെ കണ്ണുനീര് ദൈവം കാണും. വാസ്തവമായി നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയരെ. മനുഷ്യരുടെ മുമ്പിൽ പോയി കരയരുത്. ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞുകൊള്ളൂ, പ്രാർത്ഥിച്ചുകൊള്ളൂ, എളിമപ്പെട്ടുകൊള്ളൂ, താണുകൊള്ളൂ, ദൈവത്തോട് ഹൃദയം പകർന്നുകൊള്ളൂ. തീർച്ചയായും അതിന് പ്രതിഫലമുണ്ട്. നമ്മുടെ കണ്ണുനീര് കർത്താവ് തുരുത്തിയിലാക്കി വയ്ക്കും. പിന്നെ അതെടുത്ത് കർത്താവ് നോക്കും, എന്താ ഈ മകൻ കരഞ്ഞത്, ഈ മകൾ കരയണതിൻ്റെ കാരണം എന്താണ്, ഈ മകളുടെ പ്രാർത്ഥനാ വിഷയം എന്താണ്? കണ്ണുനീര് കണ്ട് കർത്താവ് പ്രതിഫലം തരും. സ്തോത്രം. എത്രയോ പേരുടെ അനുഭവമാണത്. ഈ അനുഭവം നിങ്ങൾക്കും ഒന്ന് കിട്ടിക്കൂടെ പ്രിയരെ? നിങ്ങൾ എന്തിനു നിരാശപ്പെട്ടിരിക്കണം? എന്തിനു തളർന്നിരിക്കണം? എന്തിനു വാടിയിരിക്കണം? ഇന്ന് ഈ വചനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മുഖത്ത് വാട്ടമുള്ളവരോടും ഹൃദയത്തിൽ വാട്ടമുള്ളവരോടും മനസ്സ് വാടിയിരിക്കുന്നവരോടും ഞാനൊരു കാര്യം പറയാം. മകനെ, നീ വാടിയിരിക്കണ്ട, മകളെ നീ വാടിപ്പോകണ്ട. നിന്റെ മുഖത്തിൻ്റെ വാട്ടം മാറ്റാൻ യേശു ജീവിക്കുന്നു. യേശുവിനോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കൂ, ദൈവസന്നിധിയിൽ കരയൂ. ചുമ്മാ തന്നെത്താനിരുന്ന് കരഞ്ഞ് ചങ്ങറ്റിരിക്കുന്നവരുണ്ട്, പ്രയോജനമൊന്നുമില്ല. മറ്റുള്ളവരോട് പറഞ്ഞ് കരയുന്നവരുണ്ട്, അതിനും വലിയ പ്രയോജനമൊന്നുമില്ല. പക്ഷെ കരയേണ്ടത് എവിടെയാണെന്നറിയാമോ? ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ. കരയേണ്ടവൻ്റെ അടുക്കൽ ചെന്ന് കരഞ്ഞാൽ കർത്താവ് നമ്മുടെ കണ്ണുനീരൊപ്പും തൻ്റെ കരം നീട്ടും. കർത്താവ് നമ്മെ വിട്ടുവിക്കും, കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ഈ ഭാഗ്യം അതൊരു പദവിയല്ലേ പ്രിയരെ? ഒരു പദവിയല്ലേ? കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹം. സ്തോത്രം. അങ്ങനെ ഒരു പാട്ടുണ്ട്, കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ യേശു. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ യേശു. എന്തൊരു മനോഹരമല്ലേ! നാം കരയുമ്പോൾ ഓടി വന്ന് നമ്മുടെ കണ്ണുനീരൊപ്പുകയും കണ്ണുനീരിന് മറുപടി തരികയും ചെയ്യുന്ന ജീവനുള്ള ദൈവം. ആ ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുക്കൂ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കൂ, ദൈവസന്നിധിയിൽ കരയൂ. മകളെ, നീ കരയൂ, നീ പ്രാർത്ഥിക്കൂ. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ സഹായിക്കും. ആ സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ആ സൗഭാഗ്യം നിങ്ങൾക്കെല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെയെല്ലാം ശുശ്രൂഷകൾ ഒരുക്കുന്നതും അറേഞ്ച് ചെയ്യുന്നതല്ല. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, നിറവടി അനുഗ്രഹിക്കട്ടെ, കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. എല്ലാവിധ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹവും സമാധാനവും നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ട് ഒരു വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളും പ്രാർത്ഥിക്കൂ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മെ വിടുവിക്കും.
കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.